ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു പുതിയ വീഡിയോ ആണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടല്ലോ, നമ്മൾ ക്രീം കേക്കിലേക്കൊക്കെ ഉപയോഗിക്കുന്ന സാധാ നോർമൽ കേക്കല്ലാതെ കുറച്ചും കൂടെ അതിൽ എക്സ്ട്രാ ഐറ്റംസുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ ക്രീം കേക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ അത്. അപ്പം അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാ നോർമൽ കടയിൽ നിന്ന് വാങ്ങുന്ന എഗ്ഗാണ് കേട്ടോ അത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുന്നേ നമ്മൾ പുറത്ത് വെക്കണം കേട്ടോ. അഥവാ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുത്തിട്ടാണ് നമ്മൾ ബീറ്റാക്കാൻ. എന്നാലാണ് തണുപ്പില്ലാതെ ആകുമ്പോഴാണ് അത് പൊങ്ങി വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിചാരിച്ച പോലെ അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിതാ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ, 1 കപ്പ് മൈദ. അപ്പോൾ 4 എഗ്ഗിലേക്ക് 1 കപ്പ് മൈദ, ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്, 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് ഇതിലേക്ക് ഞാൻ പൊടിയായിട്ട് ചേർക്കുന്നത്. അപ്പോൾ കൂടുതൽ ഇതിലേക്ക് ഐറ്റംസുകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസുകൾ തന്നെയാണ്, നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്തായാലും അരിച്ചെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ബബിൾസ് അങ്ങനെയൊക്കെ വന്നിട്ട് കട്ടൊക്കെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് പൊന്തി വരാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അരിച്ചെടുക്കണം. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഐറ്റംസുകളിൽ മുഴുവനും നമ്മൾ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതാ ഞാൻ മുട്ടയിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മുട്ട അടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. കാരണം ആ മുട്ടയുടെ സ്മെല്ലും ഇതൊക്കെ ഇങ്ങനെ ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റിൽ തന്നെ ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും ഞാൻ ബീറ്റ് ചെയ്യുന്ന മുന്നേ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ചേർക്കുക. അത് പൊടിക്കാത്ത സാധാ നോർമൽ പഞ്ചസാര ആയതുകൊണ്ട് തന്നെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. എന്നാലാണ് അത് ഫ്ലഫി ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ബീറ്റാക്കി കൊടുക്കുക. നമ്മൾ ഹൈ സ്പീഡിൽ തന്നെയാണ് അങ്ങോട്ട് ബീറ്റാക്കുക കേട്ടോ. പിന്നെ ലോ സ്പീഡിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല, നേരെ ഹൈ സ്പീഡിൽ തന്നെ ആക്കിയിട്ട് ആണ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പഞ്ചസാരൻ്റെ അതൊക്കെ മെൽറ്റ് ആവുന്ന വരെ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ പഞ്ചസാരയും ഇതൊക്കെ മെൽറ്റായി വന്നിട്ട് നമ്മൾ എഗ്ഗ് ഉണ്ടല്ലോ അത് നല്ല ഫ്ലഫി ആയിട്ട് പൊന്തി വരും. ആ ടൈം ആകുമ്പോൾ നമുക്കിത് സ്റ്റോപ്പാക്കാം. അതേപോലെ വൈറ്റ് കളറിലായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസിൽ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ചേർത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. ഓവറാക്കി തിക്കായിട്ടൊന്നും ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നോർമൽ നമ്മൾ സ്ലോലി എങ്ങനെ ഇളക്കുക അതേപോലെ ഒരേ റൗണ്ടിൽ വേണം കേട്ടോ ഇത് ഇളക്കി കൊടുക്കാൻ. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇളക്കി കൊടുത്താൽ ചിലപ്പോൾ ബാറ്റർ പെട്ടെന്ന് ഇതായി പോകും. അപ്പോൾ പിന്നെ പൊന്തി വരാനുള്ള ചാൻസ് കുറവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കേക്കായി കിട്ടില്ല. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമ്മൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒരു 2 ടേബിൾ ടീസ്പൂൺ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഇപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 ടേബിൾ ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. നേരെ നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യണത് ആ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ സാധാ നോർമൽ ഗ്യാസ് അടുപ്പിലാട്ടോ വെക്കാറ്. അടിയിൽ എന്തെങ്കിലും തട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടച്ച് വെക്കുക. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക കേട്ടോ. അപ്പം ഓവനുള്ളവർ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓവനുള്ളവർ 30 മിനിറ്റ് 180 ഡിഗ്രിയിൽ വെച്ചിട്ട് വേണം കേട്ടോ ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പം ഞാനിതാ നോർമലി നമ്മളെ പാത്രം ഉണ്ടല്ലോ, അത്യാവശ്യം 8 ഇഞ്ച് വീതിയുള്ള ആ പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് ബേക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ ഇത് ബാറ്ററിക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഡബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഡബ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നേരെ വെച്ച് കൊടുക്കാം. 30 മിനിറ്റ് ഒന്ന് ബേക്കാക്കി എടുക്കുക. അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അതാ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ കേക്ക് ബാറ്റർ അതിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. കേക്ക് റെഡി ആയിട്ട് നമ്മൾ അതിൽ നിന്ന് എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ക്രീമും ഒക്കെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ സ്പഞ്ച് ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ക്രീമൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഏത് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഇതേപോലെ ഇനി ഗീ കേക്ക് ബട്ടർ കേക്കൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ട്രൈ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾക്ക് വീഡിയോ ആക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതേപോലെ ഇനിയും പുതിയ റെസിപ്പിയും വ്ളോഗ്സുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.